ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ പറയുമ്പോൾ ഇമാം മഹദിയെക്കുറിച്ച് വിശദമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കി. ഈസാ നബി അലൈഹിസ്സലാം വരുന്ന സമയത്ത് ഇമാമായിക്കൊണ്ട് ഇമാം മഹദി ഉണ്ടാകും എന്നാണ് ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. കൈഫ അൻതും ഇദാ നസല ഇബ്നു മറിയമ ഫീക്കും വ ഇമാമുക്കും മിൻകും. ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുന്ന സമയത്ത് അവരിൽ നിന്നുള്ള ഒരു ഇമാം അഥവാ ഇമാം മഹദി അവിടെ ഉണ്ടായിരിക്കും. ഇമാം മഹദിയുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങൾ അത് വെറുതെ പഠിപ്പിച്ചതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഉപകാരമില്ലാത്തൊരു വിജ്ഞാനം അങ്ങനെ ഒന്ന് കൈമാറുകയില്ല. അത് പഠിപ്പിച്ചതിൽ നമുക്ക് പാഠങ്ങളുണ്ട്, നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇമാം മഹദി വരുന്നതിന് മുമ്പുള്ള സാഹചര്യം എന്തായിരിക്കും, എപ്പോഴാണ് ഇമാം മഹദി വരിക, ആ സാഹചര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ലതംലഅന്നൽ അർളു ദുൽമൻ വഉദ്വാന. ഭൂമി അക്രമങ്ങൾ കൊണ്ട് നിറയും, എമ്പാടും അക്രമങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ശത്രുത ഭൂമിയിൽ നിറയും. പരസ്പരം മനുഷ്യർ ശത്രുതയിലായിരിക്കും. കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നം, രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നം, അടുപ്പമുണ്ട് എന്ന് തോന്നുന്നവർക്കിടയിൽ പോലും പ്രശ്നങ്ങൾ, പരസ്പരം ശത്രുതയിൽ ആളുകൾ കഴിയുന്നു. അതുപോലെ തന്നെ അക്രമങ്ങൾ നിറയുന്നു. സുമ്മ ലയഖ്റുജന്ന റജുലുൻ മിൻ അഹ്ലി ബൈതി. അങ്ങനെ ഭൂമിയിൽ അക്രമങ്ങൾ നിറഞ്ഞു കഴിഞ്ഞാൽ, ഭൂമിയിൽ പകയും വിദ്വേഷവും നിറഞ്ഞു കഴിഞ്ഞാൽ, അഹ്ലുബൈത്തിൽ നിന്ന്, പ്രവാചക കുടുംബത്തിൽ നിന്ന് ഇമാം മഹദി വരിക തന്നെ ചെയ്യും. അങ്ങനെ ഇമാം മഹദി വന്നു കഴിഞ്ഞാൽ ഭൂമിയിൽ ഖിസ്തും അദലും നടപ്പിലാക്കും, നീതി നടപ്പിലാക്കും. ശത്രുത എടുത്തുമാറ്റും, അക്രമങ്ങളെ എടുത്തുമാറ്റും. അക്രമങ്ങൾക്ക് പകരം നീതി നടപ്പിലാക്കുകയും പകക്ക് പകരം മനുഷ്യർക്കിടയിൽ സ്നേഹം കൊണ്ടുവരികയും ചെയ്യും. കമാ മുലിഅത് ദുൽമൻ വഉദ്വാന. അങ്ങനെ ഭൂമിയിൽ അക്രമവും അതുപോലെ തന്നെ വിദ്വേഷവും വൈരാഗ്യവും നിറഞ്ഞതുപോലെ ഇമാം മഹദി വന്നു കഴിഞ്ഞാൽ ഇവിടെ ജനങ്ങൾക്കിടയിൽ നീതിയും സ്നേഹവും അദ്ദേഹം നിറക്കും. മാത്രവുമല്ല, അദ്ദേഹം വരുന്നതിന് മുമ്പ് അമാനത്തുയർത്തപ്പെടും. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അമാനത്ത്, അതിന് വില നൽകാത്ത, അമാനത്തിനെ കുറിച്ച് പേടിയില്ലാത്ത ആളുകൾ കടന്നു വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് ഒരു അറാബി വന്നു. അദ്ദേഹം വന്നുകൊണ്ട് ചോദിക്കുന്നു, മത്തസ്സാഅ. അള്ളാഹുവിന്റെ റസൂൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സംസാരത്തിനിടയിൽ കയറിയാണ് ആ അറാബിയുടെ ചോദ്യം, മത്തസ്സാഅ, എപ്പോഴാണ് ലോകാവസാനം? അതൊരു അദബുകേടാണ്. ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കണം. അതിനിടയിൽ കയറിയുള്ള സംസാരം അത് അദബുകേടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തരം നൽകിയില്ല. സ്വഹാബാക്കൾ അവർ പരസ്പരം സംസാരിക്കുകയാണ്. റസൂലുള്ളാഹി അത് കേട്ടു, പക്ഷെ നബി അത് വെറുത്തു. നബിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല ആ ചോദ്യം. ചില ആളുകൾ പറഞ്ഞു, അല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചോദ്യം കേട്ടിട്ടില്ല. അങ്ങനെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഇദാ ഖല ഹദീസഹു, റസൂലുള്ളാഹിയുടെ സംസാരം അവസാനിപ്പിച്ചപ്പോൾ, അത് കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ചോദ്യം, ഐന സാഇൽ അനിസ്സാഅ, ലോകാവസാനത്തെപ്പറ്റി ചോദിച്ച മനുഷ്യനെവിടെ? ആരാണ് ലോകാവസാനത്തെപ്പറ്റി ചോദിച്ചത്? ഉടനെ ആ സ്വഹാബി പറഞ്ഞു, ഹാ അന ദാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ഇവിടെയുണ്ട്, ഞാനാണ് ആ ചോദിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ളയ്യഅതിൽ അമാന ഫന്തളിരിസ്സാഅ, അമാനത്ത് ദുർബലമായാൽ, അമാനത്തിന്റെ വിഷയത്തിൽ ആളുകൾ ഗൗരവം നൽകാത്തൊരു കാലം വന്നാൽ, ഫന്തളിരിസ്സാഅ, നീ ലോകാവസാനത്തെ പ്രതീക്ഷിക്കുക. സ്വഹാബി ചോദിച്ചു, കൈഫ ഇലാഅതുഹ, എങ്ങനെയാണ് ആ അമാനത്ത് ദുർബലമാവുക? എങ്ങനെയാണ് അമാനത്തിൽ കോട്ടം സംഭവിക്കുക?
റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ ഉസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തളിരിസ്സാഅ. അവകാശികളല്ലാത്തവരിലേക്ക് അധികാരമെത്തിയാൽ, അധികാരം നൽകാൻ പാടില്ലാത്തവരിലേക്ക്, അധികാരത്തിന് യോഗ്യതയില്ലാത്തവരിലേക്ക് അധികാരം വന്നു കഴിഞ്ഞാൽ, ഉത്തരവാദിത്തം വന്നു കഴിഞ്ഞാൽ, അർഹതയില്ലാത്തവരിൽ അധികാരം കണ്ടു കഴിഞ്ഞാൽ നീ ലോകാവസാനത്തെ പ്രതീക്ഷിക്കുക. ഭരിക്കാൻ അറിയാത്തവർ, ഭരിക്കാൻ യോഗ്യതയില്ലാത്തവർ ഭരണാധികാരികളായിക്കൊണ്ട് കടന്നുവരും. ദീനിന്റെ വിഷയങ്ങൾ അറിയാത്തവർ ദീനിന്റെ ഇമാമുമാരായി കടന്നുവരും. മതവിജ്ഞാനങ്ങൾ അറിയാത്തവർ ഫത്വ നൽകും. ദീനിന്റെ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കാത്തവർ, ദീനിന്റെ വിഷയത്തിൽ യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്തവർ ദീനിന്റെ ഉത്തരവാദിത്തങ്ങളിൽ, ദീനിന്റെ ഉയരങ്ങളിൽ അവർ കടന്നുവരും. അമാനത്തിന് യാതൊരുവിധ വിലയും അവർ കൽപ്പിക്കുകയില്ല. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. എത്രത്തോളം ആ കാലഘട്ടമാകും? ഫയുഖാലു, ചില ആളുകൾ പറയും, ഇന്ന ഫീ ബനി ഫുലാനിൻ റജുലൻ അമീന, ഞങ്ങളുടെ നാട്ടിൽ ഇന്നയാളുടെ മകൻ, അയാൾക്ക് അമാനത്തുണ്ട്, ഇന്ന ആളുടെ മകന് അമാനത്തുണ്ട് എന്ന് ആളുകൾ പരസ്പരം പറയുന്നൊരു കാലം വരും. അത്രയേറെ അമാനത്തിന്റെ വിഷയത്തിൽ, ഉത്തരവാദിത്തത്തിന്റെ വിഷയത്തിൽ ആളുകൾ അശ്രദ്ധയിലായിരിക്കും. അന്ന് ജനങ്ങൾ ചില ആളുകളെ വിശ്വസ്തരായി കാണും. ഇന്ന ഇന്ന ആളുകളൊക്കെയാണ് ഇവിടെ ദീനിന്റെ ആളുകൾ, ഇന്ന ഇന്ന ആളുകളൊക്കെയാണ് ഇവിടെയുള്ള വിശ്വസ്തർ, അവരെയാണ് ആളുകൾ വിശ്വസിക്കുന്നതും അവരെയാണ് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതും. വയുഖാലു ലിറജുലിൻ മാ അഖലഹു വമാ അൽറഫഹു വമാ അജ്ലദഹു, ആളുകൾ പറയും, ആ മനുഷ്യൻ എന്തൊരു തന്റേടിയാണ്, ആ മനുഷ്യൻ എന്തൊരു സത്യസന്ധനാണ്, ആ മനുഷ്യൻ എന്തൊരു ബുദ്ധിമാനാണ്. അങ്ങനെ ആ മനുഷ്യന്റെ ബുദ്ധിയെപ്പറ്റി, ആ മനുഷ്യന്റെ ദീനിനെപ്പറ്റി, ആ മനുഷ്യന്റെ തന്റേടത്തെപ്പറ്റി ആളുകൾ വാചാലമാകും. വമാ ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തി ഖർദലിൻ മിൻ ഈമാൻ, എന്നാൽ ആ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഒരു അണുമണിത്തൂക്കം ഈമാൻ ഉണ്ടാവുകയില്ല. ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെടുന്നവരുടെ ഹൃദയങ്ങളിൽ ഒരു അണുമണിത്തൂക്കം ഈമാനില്ലാത്ത ഒരു കാലഘട്ടം കടന്നുവരും. ജനങ്ങൾ അവരെ തന്റേടികളായി കാണും, ജനങ്ങൾ അവരെ ബുദ്ധിമാന്മാരായി കാണും, അവരെ സത്യസന്ധന്മാരായി കാണും. മഹാനായ സ്വഹാബി ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം പറയാണ്, എന്റെ ആദ്യ കാലഘട്ടത്തിൽ ഞാൻ അമാനത്ത് ഉയർത്തപ്പെടുന്നത് കണ്ടിട്ടില്ല, എന്നാൽ അവസാന കാലമായപ്പോൾ അമാനത്ത് ഉയർത്തപ്പെടുന്നത് ഞാൻ കണ്ടു. 1400 വർഷം മുമ്പ് ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അമാനത്ത് ഉയർത്തപ്പെടുന്നത് അന്നു ഞാൻ കണ്ടിട്ടുണ്ട്. അർഹതയില്ലാത്തവരിലേക്ക് ഉത്തരവാദിത്തങ്ങൾ വരുന്നത്, സൂക്ഷ്മതയില്ലാത്തവരിലേക്ക് ദീനിന്റെ ഉത്തരവാദിത്തങ്ങൾ വരുന്നത്, ജനങ്ങൾ ബുദ്ധിമാന്മാരായി കാണുന്ന, ജനങ്ങൾ തന്റേടികളായി കാണുന്ന, ജനങ്ങൾ സത്യസന്ധന്മാരായി കാണുന്ന, എന്നാൽ ഹൃദയത്തിൽ ഒരു അണുമണിത്തൂക്കം അല്ലാഹുവിനെ പേടിയില്ലാത്ത മനുഷ്യരിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു കാലം അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇന്നെത്ര പേടിക്കണം, ഇന്നെത്ര നമ്മൾ പ്രതീക്ഷിക്കണം? ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ആ ഒരു കാലഘട്ടത്തെ നമുക്ക് താക്കീത് നൽകിയെങ്കിൽ 1400 വർഷങ്ങൾ, 14 നൂറ്റാണ്ട് കാലം കടന്നുപോയി. നമ്മൾ പേടിക്കേണ്ട വിഷയമാണ്. അമാനത്ത് ഉയർത്തപ്പെടും. മാത്രമല്ല, സയഅതി അലന്നാസി സനവാത് സനവാതുൻ ഖദആത്, കൊടും വഞ്ചനയുടെ വർഷങ്ങളായിരിക്കും പിന്നീട് വരിക. വഞ്ചനയായിരിക്കും. യുസദ്ദിഖു ഫീഹൽ കാദിബ് വയുകദ്ദിബു ഫീഹസ് സാദിഖ്, സത്യം പറയുന്നവൻ കള്ളനാകും. സത്യം പറഞ്ഞാൽ, ദീനു പറഞ്ഞാൽ അവനെ കദ്ദാബ് എന്ന് വിളിക്കും. അവൻ പറയുന്നത് ഈ കാലഘട്ടത്തിന് യോജിക്കാത്തതാകും. അവനെ ജനങ്ങൾ ഒറ്റപ്പെടുത്തും. എന്നാലോ പെരുങ്കള്ളൻ അവനെ സത്യസന്ധനായി, അവനെ സമൂഹത്തിന്റെ മുഖമാക്കി ജനങ്ങൾ കൊണ്ടു നടക്കും. വയുഅ്തമനു ഫീഹൽ ഖായിൻ, മാത്രവുമല്ല വഞ്ചന കാണിക്കുന്നവൻ, അവൻ ഇവിടെ വിശ്വസിക്കാൻ കഴിയുന്നവനെ വഞ്ചകനാക്കും, വഞ്ചിക്കുന്നവനെ വിശ്വസ്തനുമാക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത വയന്തിഖു ഫീഹ അർറുവൈബില, അന്ന് റുവൈബില സംസാരിക്കും. എന്താണ് റുവൈബില?
സ്വഹാബികൾ ചോദിച്ചു, റസൂലുള്ളാഹി പറഞ്ഞു, അർറജുലു താഫിഹ് യതകല്ലമു ഫീ അംരിൽ ആമ. ഒരു അറിവുമില്ലാതെ പൊതുകാര്യങ്ങൾ അവർ സംസാരിക്കും. അറിവില്ലാതെ സംസാരിക്കുന്നവർ, അറിവില്ലാതെ അവർ വാചാലമായി സംസാരിച്ചു കൊണ്ടിരിക്കും, ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. അവർ വന്നു കഴിഞ്ഞാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. തഫ്സീർ, ഒരു തഫ്സീർ പോലും വായിക്കാത്തവനാണ് ഖുർആനിന്റെ ആയത്തുകൾ, അത് വിശദീകരണങ്ങൾ നടത്തുന്നത്. ഒരു തഫ്സീർ പോലും വായിക്കുന്നില്ല. ഹദീസ് എന്ന് അറബിയിൽ എഴുതാൻ അറിയാത്തവൻ ഹദീസ് നിരൂപണം നടത്തുന്നു. ഇമാം ബുഖാരിയെ നിരൂപണം നടത്തുന്നു, ഇമാം മുസ്ലിമിനെ നിരൂപണം നടത്തുന്നു. ഹദീസുകളെ പറ്റി അവൻ ചികഞ്ഞന്വേഷിച്ച് അവന്റെ ബുദ്ധി വെച്ചുകൊണ്ട് ഹദീസുകൾക്ക് അവൻ വ്യാഖ്യാനം നൽകുന്നു. ദീനിന്റെ വിഷയത്തിൽ ഒരു അസുലും മനസ്സിലാക്കാത്തവൻ ഫത്വ നൽകുന്നു. ഭൗതിക വിഷയങ്ങളിലും നാട്ടിലെ ചർച്ചകൾ എടുത്തു നോക്കൂ. ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ഒരു ഭൗതിക വിഷയത്തിലും അവിടെ നടക്കുന്ന ചർച്ചയെപ്പറ്റി ഒരു അറിവുമില്ലാത്തവൻ അവനാണ് വാചാലമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അറിവില്ലാത്ത വിഷയത്തിൽ വാചാലമായി സംസാരിക്കുന്ന ആളുകൾ അവര് കടന്നുവരും. സുദീർഘമായി അവർ സംസാരിക്കും, ഉപദേശങ്ങൾ നൽകും. ആ സംസാരങ്ങളിൽ ഹദീസുണ്ടോ? ആ സംസാരങ്ങളിൽ ആയത്തുകളുണ്ടോ? ആ സംസാരങ്ങളിൽ എന്തെങ്കിലും ദീനുമായി ബന്ധമുണ്ടോ? ഇതൊന്നുമില്ല. പക്ഷേ ജനങ്ങൾക്കിടയിൽ അവർ സംസാരിക്കുന്ന ആളുകളായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് നൽകി. അതുപോലെ കസറത്തുൽ ഖത്ൽ, കൊലപാതകങ്ങൾ അധികരിക്കും. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വല്ലദീ നഫ്സി ബിയദി ലയഅതിയന്ന സമാനുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് നൽകി. ഒരു കാലം കടന്നുവരും, അല്ലാഹു തന്നെയാണ് സത്യം, ലാ യദ്രിൽ ഖാതിലു ഫീ അയ്യി ഷൈഇൻ ഖതല വലാ യദ്രിൽ മഖ്തൂലു ഫീ അയ്യി ഷൈഇൻ ഖുതില. കൊന്നവന് എന്തിനാണ് കൊല്ലുന്നത് എന്നറിയുന്നില്ല, കൊല്ലപ്പെട്ടവന് എന്തിനാണ് കൊല്ലപ്പെടുന്നത് എന്നറിയുന്നില്ല. എത്രയെത്ര യുദ്ധങ്ങൾ, എന്തിനാണ് കൊല്ലപ്പെട്ടത് എന്നറിയാത്ത എത്ര പൈതങ്ങൾ, എത്ര സ്ത്രീകൾ, എത്ര പാവങ്ങൾ. കൊട്ടേഷൻ സംഘങ്ങൾ നമ്മുടെ നാട്ടിൽ പോലും വിലസുന്നു. ഞാൻ എന്തിനാണ് ആ മനുഷ്യന്റെ ജീവൻ എടുക്കുന്നത്, ഞാൻ എന്തിനാണ് ആ മനുഷ്യനെ വധിക്കുന്നത്, ഒന്നും അറിയുന്നില്ല. പണത്തിന് വേണ്ടി കൊലപാതകം ചെയ്യുന്നവർ, ജീവനെടുക്കുന്നവർ. കൊലപാതകങ്ങൾ സാർവത്രികമാകുന്നു. ഓരോ ദിവസത്തിലും എത്രയെത്ര വാർത്തകളാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കേൾക്കുന്നത്, കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ലോകാവസാനത്തിന്റെ അടയാളമായി നമ്മളിൽ നിന്ന് പ്രതീക്ഷിച്ചു, നമുക്ക് താക്കീത് നൽകി. അതുപോലെ അറിവ് ഉയർത്തപ്പെടും, പണ്ഡിതന്മാരുടെ മരണങ്ങൾ. ഇന്ന മിൻ അശ്റാത്തി സ്സാഅ അൻ യുർഫഅൽ ഇൽം, വിജ്ഞാനം ഉയർത്തപ്പെടും. ജബലുകളായ, മഹാപർവ്വതങ്ങളായ പണ്ഡിതന്മാർ അവർ മരണപ്പെട്ടു പോകും. വിഡ്ഢികളായവർ അധികാരത്തിലേറും. അവർ ഫത്വ നൽകും, അവർ സ്വയം പിഴക്കും, ഈ ജനതയെ പിഴപ്പിക്കും. അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഇൽമ് ഉയർത്തപ്പെടുക. വയക്സുറുൽ ജഹൽ, ജഹൽ അധികരിക്കുക. അജ്ഞതയാണ്. ജഹല് വെച്ചുകൊണ്ടാണ് വിജ്ഞാന സദസ്സുകൾ. മിമ്പറുകളിൽ നിന്ന് ജഹലാണ്, ദീനി ഉപദേശങ്ങളിൽ നിന്ന് ജഹലാണ്, അജ്ഞതകളാണ് ജനങ്ങൾക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അവനവന്റെ ബുദ്ധി, അവനവന്റെ യുക്തി, ഖുർആനും ഹദീസും അത് മൻഹജനുസരിച്ച് സലഫുകൾ പഠിപ്പിച്ചതനുസരിച്ച് പറയേണ്ടതിനു പകരം ഓരോരുത്തരും അവരുടെ യുക്തിയും അവരുടെ ബുദ്ധിയും അത് വലിയ ആശയങ്ങളായി, അത് വലിയ തത്വചിന്തകളായി ജനങ്ങൾക്ക് കൈമാറും. അങ്ങനെ ജഹല് വ്യാപിക്കും. വയക്സുറു സിന, വ്യഭിചാരം അധികരിക്കും. വ്യഭിചാരം സാർവത്രികമാകും. നോക്കൂ, ആണും ഇന്ന് കല്യാണം കഴിക്കുന്നു. അവരെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി മീഡിയകൾ കാത്തിരിക്കുകയാണ്. പെണ്ണും കല്യാണം കഴിക്കുന്നു. അവർ സെലിബ്രിറ്റികളാണ്, അവരാഘോഷിക്കപ്പെടുന്നു. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആളുകൾ ഉണ്ടാകുന്നു. വ്യഭിചാരം ഒരു തിന്മയല്ലാത്ത രൂപത്തിൽ കല്യാണത്തിന് മുമ്പ് ആണും പെണ്ണും ഒന്നിച്ചു കഴിഞ്ഞ് എന്നിട്ട് അവർ തീരുമാനിക്കട്ടെ, ലിവിങ് ടുഗദർ എന്ന ഓമന പേരിട്ട് അതൊരു സംസ്കാരമാക്കി നമ്മുടെ സമൂഹം കൊണ്ടു നടക്കുന്നു.
അതിനെയാണ് ഇസ്ലാം സിന എന്ന് പറയാം, വ്യഭിചാരം. അഖദിലൂടെയല്ലാതെ, വിവാഹ കരാറിലൂടെയല്ലാതെയുള്ള വിവാഹം, വലിയില്ലാത്ത വിവാഹം, അത് സാർവത്രികമാകും. ഇന്ന് പോക്കറ്റിൽ വ്യഭിചാരമുണ്ട്, അവന്റെ ബെഡ്റൂമിലുണ്ട്, അവന്റെ മൊബൈലിലുണ്ട്, എല്ലായിടത്തും തോന്നിവാസങ്ങളുണ്ട്. അത്രയേറെ ശക്തമായി തോന്നിവാസങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. വയക്സുറു ശുർബൽ ഖംർ, മദ്യപാനം അത് വ്യാപിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതെല്ലാം അടയാളങ്ങളായി പഠിപ്പിച്ചു. ഇത്തരം അടയാളങ്ങൾ ലോകാവസാനത്തിൻ്റെതാണ്. നമ്മുടെ മുന്നിൽ ഒരു സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ ഈ അടയാളങ്ങൾ നമ്മുടെ മുന്നിൽ ഉദിച്ചു നിൽക്കുന്നുണ്ട്, നമ്മുടെ മുന്നിൽ പ്രകടമായി കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സലഫുകൾ അവർ ലോകാവസാനത്തെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അവരതിന്റെ ഫിത്നയെ തൊട്ട് കാവലിനെ തേടിയിട്ടുണ്ട്. മസീഹു ദജ്ജാലിന്റെ ഫിത്നയ്ക്ക്, ആ ഫിത്നയെ തൊട്ട് അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരം വിഷയങ്ങൾ മനസ്സിലാക്കുമ്പോൾ ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, അവനിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.